നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് 48 അവേഴ്സിനുള്ളിൽ എന്തൊക്കെ ചേഞ്ചിങ് ആണ് വരാൻ പോകുന്നതെന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളഞ്ഞേക്കുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ്. നല്ലൊരു ഗൈഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുകൂടാതെ തന്നെ എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾക്കിതൊരു വഴികാട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് ആളുകളുടെ എനർജി കയറി വരുന്നതിനാൽ ഇത് ആർക്കൊക്കെ റെസനേറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. ഞാൻ ഇതിനകത്ത് വരുന്ന എനർജി തന്നെയാണ് പറയുള്ളൂ. ഒരിക്കലും ഞാൻ മറ്റൊരാളെ സുഖിപ്പിക്കാൻ പാകത്തിന് റീഡിംഗ് ചെയ്യുകയില്ല. എനിക്ക് കിട്ടുന്ന എനർജി ഞാൻ നിങ്ങളിലേക്ക് നൽകും. ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു കുടുംബത്തെ എന്ന് തന്നെ പറയാം നമുക്ക്. ഇപ്പോൾ അവർക്ക് ആ ഒരു ഒറ്റപ്പെടലിൽ അവർ ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതായത് ഒരു നിരാശയോടുകൂടി ഉള്ളൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. ചിലപ്പോൾ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്തോ മറ്റോ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടേച്ച് പോയ പൂർണ്ണമായും ഒഴിവാക്കി പോയ വ്യക്തിയാവാം. അപ്പോൾ ഇപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തെ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു നേട്ടത്തെ, ആ ഒരു എന്താ പറയുക, ആ ഒരു നഷ്ടത്തെ മനസ്സിലാക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു നല്ല കുടുംബ അന്തരീക്ഷത്തെയാണ് ഇവിടെ കാണുന്നത്. അവർ ഇന്ന് ആ ഒരു സാഹചര്യത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ പല കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും, അവർക്ക് ചുറ്റും പല സാഹചര്യങ്ങളുണ്ടെങ്കിൽ പോലും അവർ ഈ ഒരു സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ അവർക്കൊരു തിരിച്ചറിവ്, അവർക്കൊരു ബോധോദയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു കുടുംബത്തിൻ്റെ ആഴം അതല്ലെങ്കിൽ നിങ്ങളോടൊത്ത്, അതായത് സിംഗിൾ പേഴ്സൺസ് ആണെങ്കിൽ അവർ നിങ്ങളോടൊത്തുണ്ടായിരുന്ന ഏറ്റവും നല്ല സാഹചര്യങ്ങളെ ഇപ്പം മനസ്സിലാക്കുന്നു. ആ ഒരു സാഹചര്യങ്ങളെ അവർ വീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. ആ നഷ്ടപ്പെട്ടു പോയ കാര്യം ഓർത്തവർ വളരെയധികം ദുഃഖിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നിൽക്കുന്നത്. അവർക്ക് തീർച്ചയായും ചേഞ്ചിങ് വന്നു തുടങ്ങി എന്നത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്നത്, അവരൊരു സംശയത്തിൻ്റെ പുറത്തോ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തോ മറ്റേതെങ്കിലും വ്യക്തി നിങ്ങളുടെ ബന്ധത്തിൽ വന്നു ചേർന്നതിൻ്റെ പുറത്തോ, അതായത് ഒരു നെഗറ്റീവായ ഒരു വാക്കോ പ്രവൃത്തിയോ, മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ്, അതായത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായൊരു തെറ്റിദ്ധാരണയുടെ സംശയത്തിൻ്റെയോ പുറത്ത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു വ്യക്തിയാവാം. പക്ഷേ ഇന്ന് അവരുടെ മനസ്സ് വളരെയധികം കോൺഫ്ലിക്റ്റ് ആവുകയാണ്. അവരുടെ മനസ്സ് മറ്റൊരാളോട് പറയാൻ പോലും സാധിക്കാതെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വേറൊരാളുടെ വാക്ക് കേട്ടോ, വേറൊരാളുടെ നെഗറ്റീവായൊരു ബ്ലോക്കേജിൻ്റെ പുറത്തോ നിങ്ങളെ മോശമായി സംശയത്തോടുകൂടി വീക്ഷിക്കുകയും നിങ്ങൾക്ക് ഒരു പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്തതിൻ്റെ ഫലം അവരിന്ന് മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് അനുഭവിക്കുന്നു. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടബോധം മനസ്സിലാവുകയാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് നല്ലൊരു നഷ്ടബോധം സംഭവിച്ചു. അല്ലെങ്കിൽ അവർ ആ ഒരു സാഹചര്യത്തെ ഓർത്ത് അവർ സ്വയം ഫൈറ്റിംഗ് ചെയ്യുന്നു, അവർക്ക് ചുറ്റുമുള്ളവരോട് അവർ ഫൈറ്റിംഗ് ചെയ്യുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 9 ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു അവരൊരു തടവിലാക്കപ്പെട്ട അവസ്ഥയാണ്. അവർക്കിപ്പം മുന്നോട്ട് ഒന്നുമില്ല അവരുടെ മുന്നിൽ. അവർക്ക് ശരിക്കും എവിടെയോ പെട്ട് നിൽക്കുന്നു. അവരേതോ ഒരു സാഹചര്യത്തിൽ ചെന്ന് പെട്ട് നിൽക്കുന്നു. ഒരു സംശയത്തിൻ്റെ പുറത്ത് നിങ്ങളെ വിട്ടേച്ച് നിങ്ങളെ തെറ്റുകാരാക്കി കടന്നുപോയ വ്യക്തി, നിങ്ങളെ മോശക്കാരാക്കി കടന്നുപോയ വ്യക്തി ഇപ്പം പാസ്റ്റിലേക്ക് നോക്കി ദുഃഖിക്കുന്നു. അവർ പാസ്റ്റിലേക്ക് നോക്കി വളരെയധികം വേദനയോടുകൂടി നിങ്ങളും അവരും ഒത്തും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് അവർ നിൽക്കുന്നത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു തടവ് അനുഭവിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ നാണക്കേട്, മറ്റാരും അവരെ സപ്പോർട്ട് ചെയ്തില്ല. അവരുടെ ആ ഒരു സംശയത്തിൻ്റെ പുറത്ത് നിങ്ങളോട് കാണിച്ച തെറ്റിദ്ധാരണ കാരണം അവരെ ഇന്ന് ആരും അംഗീകരിക്കാതെ അവർ നാണം കെട്ട പോലെ, അവർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റാതെ അവർ തടവിലാക്കപ്പെട്ട പോലെയാണ് നിൽക്കുന്നത്. അവർക്ക് ന്യായമായ ഒന്നുമില്ല. ശരിക്കും ഭയമാണ് അവരുടെ ഉള്ളിൽ. നല്ല രീതിയിൽ അവർ ഭയപ്പെടുന്നു. 9 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. അവർ ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. എന്താണിനി വരാൻ പോകുന്നത്, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അവർ സ്തംഭിച്ച് നിൽക്കുന്ന അവസ്ഥ. അവർക്കൊന്നും ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. അവർക്ക് കൺഫ്യൂഷനാണ്. ശരി തെറ്റ് തിരിച്ചറിയാൻ പറ്റാതെ പോയ കൺഫ്യൂഷൻ. അവരുടെ ആ ഒരു ടൈമും കഴിയുമ്പോൾ നമുക്ക് ശരിയും തെറ്റും വരും. ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും കുറച്ച് നാളത്തേക്കാണ് എന്ത് പറ്റുള്ളൂ, സത്യത്തിന് ഒളിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ സത്യം പുറത്തേക്ക് വരുമെന്നുള്ളതുപോലെ തന്നെ ഇപ്പം അവർക്ക് ആ ഒരു തെറ്റും മനസ്സിലാക്കാൻ പറ്റി. അവരുടെ ഒരു ഇന്നർ വോയിസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധി, അവർക്കടെ ആ ഒരു ചിന്തകളിൽ ശരി വന്നു തുടങ്ങി. കുറച്ച് ടൈം കഴിയുമ്പം നമ്മുടെ ലൈഫിൽ ആർക്കും ആ ഒരു ശരിയായ അവസ്ഥ, സാഹചര്യം, ഒരു തെറ്റിദ്ധാരണ എവിടെ ഉണ്ടായാലും ആ തെറ്റിദ്ധാരണ പൂർണ്ണമായും ഒരു ടൈം കഴിയുമ്പോൾ മാറിയിരിക്കും എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അവർക്ക് കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം? അവരുടെ ഉള്ളിൽ കറക്റ്റായ ഒരു കാര്യം വന്നു. കാരണം അവർ മറ്റൊരാളാൽ കൺട്രോളിങ്ങിലായിരുന്നു. അവരെക്കാൾ ഏജ്ഡായ ഒരു വ്യക്തിയിൽ, ഒരു സ്ത്രീയാൽ അവർ കൺട്രോളിങ്ങിലായിരുന്നു. അവർക്ക് ആ ഒരു സമയത്ത് എടുത്തു ചാടി ചെയ്തു പോയ കുറേ തെറ്റുകളെ കുറിച്ച് അവരിപ്പോൾ ചിന്തിച്ച് വിഷമിക്കുന്നു. അവർക്ക് കൺഫ്യൂഷനാണ്. അവരുടെ കണ്ണ് കെട്ടിക്കളഞ്ഞതായിരുന്നു. അതുപോലെ തന്നെ അവർ മറ്റൊരു അഡിക്ഷൻ്റെ പുറത്ത്, എന്തിനോടോ തോന്നിയ അമിതമായൊരു ഭ്രമം, ഒരു ആഗ്രഹം, അതിൻ്റെ പുറത്ത് ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്തും അവർക്ക് എന്ത് സംഭവിച്ചു? ചിലപ്പോൾ ഒരു സൗഹൃദമായിട്ട് വന്ന ചില ബന്ധങ്ങളിൽ അതിനേക്കാൾ സൗഹൃദം പിന്നീട് വളർന്നു മറ്റൊരു സാഹചര്യത്തിലേക്കായി പോയതുമാവാം. ആ ഒരു സാഹചര്യവും അവരെ ശരിക്കും കൺഫ്യൂഷനിലാക്കുകയും അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്തതും അവർക്ക് ഇപ്പം വളരെ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അവർക്ക് പറ്റിയ ഒരു തെറ്റ്, അതൊരു തെറ്റായ ബന്ധമായിരുന്നെന്നും ആ ബന്ധത്തിനുള്ളിൽ വെറും ഒരു ഫിസിക്കലി ആയ അല്ലെങ്കിൽ ഭൗതികമായ കുറേ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളെന്നും അവർക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം അവരിലേക്ക് ഉടനെ തന്നെ ചേഞ്ചിങ്, അത് വ്യക്തതയായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഉടനെ തന്നെ അവർക്കൊരു ചേഞ്ചിങ് വരികയും അവർ ചിലപ്പോൾ ആ ഒരു സാഹചര്യം ഒരു സ്ട്രഗിളിങ്ങോടുകൂടി തിരിച്ച് യഥാർത്ഥമായ അവർക്ക് അർഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ അവരാകെ ഒരു ഉൾവലിഞ്ഞ്, അവരൊരു തടവ് അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം. അവർ ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു എന്താ പറയുക, ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു പിൻവാങ്ങൽ, എല്ലാ സാഹചര്യത്തിൽ നിന്നും അവർ പിൻവാങ്ങുകയാണ്. പിന്നിലേക്ക് പിന്തിരിഞ്ഞ ഒരു ഒറ്റപ്പെടൽ, ഏകാന്തത, അതല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസം പോലെ അവർക്ക് ഒന്നിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. എല്ലാത്തിനോടും ഒരു മടുപ്പും വെറുപ്പും ഒക്കെ സംഭവിച്ചു. കാരണം ചേർന്ന സാഹചര്യത്തിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. അവരുടെ ലൈഫിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റാരൊക്കെയോ അവരെ ഭയങ്കരമായും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ലൈഫിൽ അവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവരൊരുപാട് ഹാർഡ് വർക്കിംഗ് ചെയ്യുകയും അവരെ മറ്റൊരാളാൽ പല വ്യക്തികളാൽ കൺട്രോളിങ്ങിലാകപ്പെടുകയും ചെയ്തു. അവർക്ക് ഒരു രീതിയിലും അവർക്കൊരു പൂർണ്ണത കിട്ടിയില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് അവർ ഒരുപാട് എന്താ പറയുക, ഏകാന്തത, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ചിലരൊക്കെ ഒരു പ്രവാസം, അതായത് ഒരു വിദേശവാസം ജീവിതം അനുഷ്ഠിക്കുന്നുണ്ടാകാം. ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് മറ്റുള്ളവരെ ധിക്കരിച്ച് കടന്നു പോയിട്ടുള്ളവരും ഉണ്ടാകാം. വിദേശത്തേക്കൊക്കെ പോയ വ്യക്തികളും ഇതിനകത്ത് കാണാം. അവിടെ അവർ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടാണ് വരുന്നത്. അവർ ചിന്തിച്ചതുപോലെ അല്ല അവരെ അവിടെ വരവേൽക്കപ്പെട്ടത്. അവർ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ അവരവിടെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഭയങ്കര ഒരു തകർച്ചയാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധമുള്ള തകർച്ച. ആ ഒരു തകർച്ച ഇമോഷണലിയാണ് അവർ തകർന്നു പോയിരിക്കുന്നത്. അതുപോലെ അവരുടെ കുടുംബവും ബന്ധവും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോയേക്കുവാണ്. ബന്ധമില്ല. അവരാഗ്രഹിച്ച ആ ഒരു ഇമോഷൻ, സന്തോഷമോ സമാധാനമോ ഒന്നും അവരിലില്ല. ശരിക്കും ദുരിതം,
ഒരു വലിയ ദുരിതമാണ് അവരിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതെല്ലാം അവർക്കുണ്ടാകുന്ന ഒരു തിരിച്ചറിവാണ് കേട്ടോ. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായി. അവരെവിടെയായിരുന്നു അവരുടെ ഇമോഷൻ തകർന്നു, അവരുടെ ഒരു കുടുംബ ബന്ധം തകർന്നു, അവർക്കിപ്പോൾ ഒന്നുമില്ല. അവർ പലതും ആഗ്രഹിച്ച് നേടിയെടുത്തതെല്ലാം അവരുടെ ആ ഒരു ഒറ്റ ബുദ്ധിക്കും സംശയത്തിൻ്റെ പുറത്തും ഒരു മറ്റെന്തിനോട് തോന്നിയ ആകർഷണത്തിൻ്റെ പുറത്തുമെല്ലാം അവർ നിങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നു അത്രത്തോളം അവർക്ക് തകർച്ചയും ദുരിതവും നേരിടുന്ന ഒരു അവസ്ഥ, ഒരു അനാഥത്വമാണ് അവരിപ്പോൾ അനുഭവിക്കുന്നത്. അവർക്ക് ആരും സപ്പോർട്ടിങ്ങോ ഒന്നുമില്ല. അവിടെ അവർ അപമാനിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവായ വശങ്ങളുമില്ല എന്നാണ് ചിന്തിക്കുന്നത്. അവർ ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ അവർ കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്കതിലൊന്നും സക്സസ് ആവാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അവരെത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നോ, അവരെന്തെല്ലാം കാര്യങ്ങൾ, കാരണം കൊടുക്കൽ വാങ്ങൽ ആരുടെയൊക്കെയോ കൈകളിൽ നിന്ന് അവർ സാമ്പത്തികം വാങ്ങുന്നുണ്ട്. അതുപോലെ അവർ പറ്റുന്ന പോലെയൊക്കെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം, ഒരു മെച്ചപ്പെട്ട ഒരു സ്ഥാനം വേണം, ഒന്ന് രക്ഷപ്പെടണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊക്കെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവർ ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊരു മെച്ചം അവരിലേക്ക് ഉണ്ടാവണം എന്നൊക്കെ ഓർത്ത് അവർ ഫോക്കസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ബൗണ്ടറിയൊക്കെ ഉണ്ടാക്കി അവർ വളരെയധികം സക്സസ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ലൈഫിലേക്ക് ഡെത്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം തകർച്ചയിലേക്കാണ് അവർ പോകുന്നത്. അവരെത്രത്തോളം ഉയർച്ചയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അത്രത്തോളം അവർ തകർച്ചയിലേക്കാണ് പോകുന്നത്. അവരുടെ ടൈമിംഗ് ഇപ്പോഴെന്ന് പറയുന്നത് വളരെ ഒരു മോശം സമയമാണ്. അവർക്കൊരിക്കലും അവർ ചിന്തിക്കുന്ന പോലെ ഒരു ഉയർച്ച അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നില്ല. കുറച്ച് കാര്യങ്ങൾക്ക് കുറച്ച് നാശം അല്ലെങ്കിൽ ഒരു നഷ്ടമൊക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അവർക്കൊരു തിരിച്ചറിവുണ്ടാവുകയുമുള്ളൂ. അവരുടെ ജീവിതത്തിലേക്ക് അവർക്കൊരു വിജയം കാണുന്നുള്ളൂ. അവർ പെട്ടെന്നൊന്നും മുന്നിലേക്ക് വരില്ല. പക്ഷെ അവർക്കൊരു റീബർത്ത് ഉണ്ട്. അവരാഗ്രഹിക്കുന്ന ഒരു ജീവിതം അവരിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിന് സമയമെടുക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതായത് അവർ സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ നിങ്ങളാകുന്ന ആ പാസ്റ്റിനെ, നിങ്ങളെക്കുറിച്ച് അവരിപ്പോൾ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്ത് ചെയ്യണം, എങ്ങനെ എത്തിപ്പെടണമെന്ന് അറിയുന്നില്ല. പക്ഷേ പൂർണ്ണമായും നിങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും. നിങ്ങളോടൊത്തൊരു നല്ല ഒരു ബന്ധം, ഒരു സൗഹൃദ ബന്ധത്തിലാണെങ്കിലും ഒരു നല്ല ബന്ധത്തോടു കൂടി നിങ്ങളുടെ പേഴ്സണും നിങ്ങളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നും ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മധ്യസ്ഥത, ആരൊക്കെയോ ചേർന്ന് നിങ്ങൾക്കിടയിൽ ഒരു ചെറിയ മധ്യസ്ഥത ഉണ്ടാകും. അത് ഉറപ്പാണ്. ആരുടെയൊക്കെയോ ഒരു ഉപദേശം, മധ്യസ്ഥത മൂലം വീണ്ടും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആവും. ഈ എനർജി ആർക്കൊക്കെയാണോ വന്നിരിക്കുന്നത് ആ വ്യക്തികൾക്ക് തമ്മിൽ 100% കുറച്ച് നാളുകൾക്കുള്ളിൽ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നത് 100% ഉറപ്പാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും പ്രയറും എല്ലാം അവർക്കൊരു തിരിച്ചറിവ്, അവർക്കൊരു കൺഫ്യൂഷൻ മാറ്റി അവരൊരു പുതിയ തുടക്കത്തിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാലാഖമാർ നൽകിയിരിക്കുന്ന ലെറ്റ്കോ എന്നാണ്, നിങ്ങളത് വിടുക എന്നാണ് പറഞ്ഞത്. ഇപ്പം അത് പോകട്ടെ, അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉപേക്ഷിക്കേണ്ടതാണ്, അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ, നിങ്ങൾ ഡിപ്രഷനായിട്ടും വളരെയധികം തകർന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആ സാഹചര്യം വിടുക. അതുമല്ലെങ്കിൽ ഇപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തുക. നിങ്ങൾ എന്തിലാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ആ കാര്യം നിങ്ങൾ നിർത്തുക. ഒന്നെങ്കിൽ അത് പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആഴത്തിൽ ചിന്തിക്കുക. കാരണം നമ്മളിലും മിസ്റ്റേക്കുകളും പലതും സംഭവിക്കാം. എപ്പോഴും എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ പ്രവർത്തിക്കുന്നത്. നമ്മളിലും തെറ്റുകുറ്റങ്ങളുണ്ടാകാം. അപ്പോൾ അതും നമ്മളൊന്ന് ആഴത്തിൽ മനസ്സിലാക്കുക. അനാരോഗ്യകരമായ ബന്ധങ്ങൾ അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യുക എന്നാണ് നമ്മളോട് ഏഞ്ചൽസ് പറയുന്നത്. എന്നാൽ മാത്രമേ മെച്ചപ്പെട്ട സാഹചര്യം വരാൻ അനുവദിക്കുകയുള്ളൂ. നിങ്ങൾ വിഷമിക്കേണ്ട.
നിങ്ങൾ യൂണിവേഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ട പ്രധാന വശങ്ങൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ മനസ്സിലാക്കുക. നിങ്ങളുടെ ആഗ്രഹത്തിൽ നിങ്ങൾ വളരെ മുറുകെ പിടിക്കുക. പുതിയതായി ഒരാഗ്രഹം ഉണ്ടാക്കുക, അത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യ അവസ്ഥയെ നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യങ്ങൾ നിങ്ങളിൽ എത്തിച്ചേരും. ബെർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു പുതിയ ആശയം, നിങ്ങളുടെ സാഹചര്യം സ്വീകരിക്കുക. അതായത് പുതിയൊരു ആശയത്തെയോ മറ്റും നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ടൈമാണെന്നാണ് പറയുന്നത്. പുതിയൊരു മാറ്റത്തിന് നിങ്ങളെ സഹായിക്കാമെന്നാണ് യൂണിക്കോൺ പറയുന്നത്. അവരോട് പറയുകയാണ്, നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുക. യൂണിക്കോണിൻ്റെ സമ്മാനങ്ങൾക്കായി ഹൃദയം തുറന്നിരിക്കുക എന്നാണ് പറയുന്നത്. അത്ഭുതകരമായ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ആ ആഗ്രഹം നിങ്ങളിലേക്ക് എത്തിച്ചേരും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങൾ ഇമോഷണലി തകർന്ന് ഉൾവലിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവാകുക, നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുക. നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹമാകുന്ന കാര്യങ്ങൾ അതിൻ്റേതായ ടൈം ആകുമ്പോൾ നിങ്ങളിൽ എത്തിച്ചേരും. അല്ലാണ്ട് നിങ്ങളോ ഞാനോ ഒന്നും പരിശ്രമിച്ചാൽ നമ്മളിലേക്ക് ഒന്നും വന്നു ചേരില്ല. നമുക്ക് അർഹതയുള്ളത് ആ സമയത്ത് നമ്മളിലേക്ക് എത്തിച്ചേരും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഹൃദയം തുറന്ന് സമർപ്പണ ബോധത്തോടു കൂടി പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു.